ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കമലേശ്വരത്ത് തിരികെ എത്തി ശത്രുക്കൾക്ക് ഒന്നടങ്കം ഉഗ്രൻ തിരിച്ചടി തന്നെയാണ് കണ്ണനും മഹിയും നൽകുന്നത്. കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കുവാണെങ്കിൽ അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം കണ്ണൻ മരിച്ചു എന്ന് 100% തന്നെ അവർ ഉറപ്പിച്ചതായിരുന്നു. ആ സന്തോഷത്തിന് എല്ലാ തവണത്തെയും പോലെ മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യം കരുണയെ ശരിക്കും വയലൻ്റ് ആക്കുന്നുണ്ട്. ദുർഗയാണെങ്കിൽ ഉള്ളിലെ ഒരു ദേഷ്യം മറച്ചു വെച്ചുകൊണ്ടാണ് കണ്ണനോട് പെരുമാറുന്നത്. നീ ഇതെങ്ങനെയാ കണ്ണാ, നീ മടങ്ങിയെത്താൻ വൈകിയപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് ഞങ്ങൾ ഭയന്നു. കാരണം മൃഗങ്ങളെയൊക്കെയുള്ള കാടല്ലേ, മാത്രമല്ല നിനക്ക് കാലിന് സ്വാധീനവും ഇല്ല. നിന്നെ നിർബന്ധിച്ചല്ലേ ഇവള് മലയ്ക്ക് പറഞ്ഞു വിട്ടത് എന്ന് ദുർഗ ചോദിക്കുമ്പോൾ കാട്ടുമൃഗങ്ങളല്ല, ഒരു കൂട്ടം ഗുണ്ടകളാണ് കയ്യിൽ കത്തിയും വടിവാളും ഒക്കെ ആയിട്ട് എന്നെ അപായപ്പെടുത്താനായിട്ട് വന്നത്. മാർക്കോ ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ആ ഗുണ്ടകളെ മാർക്കോ തന്നെ കൊക്കയിലേക്ക് തള്ളി താഴെയിട്ടു. ഒരുത്തൻ പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അവരെ പറഞ്ഞു വിട്ടത് മേഘനാണെന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ആ തെളിവ് വെച്ച് അവനെ പൂട്ടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. മാത്രമല്ല, ഞാൻ മലയ്ക്ക് പോയ സമയത്ത് മഞ്ജുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും നിങ്ങൾ ഇല്ലാതാക്കി. അതിനുള്ള ശിക്ഷയും നിങ്ങൾ അനുഭവിച്ച് തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മറുപടി കൊടുത്ത് കണ്ണൻ മഹിയെയും കൂട്ടി പോകുന്നു. ശേഷം ഇത്തവണയും നമ്മൾ തോറ്റുപോയില്ല അമ്മേ എന്ന് പറഞ്ഞ് കരുണ വാവിട്ട് കരയുമ്പോൾ ഇനി മോളുടെ അച്ഛൻ കാർ ഓടിച്ചു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞത് ഇവരെ തന്നെ ആയിരിക്കും എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അതാ എൻ്റെയും പേടിയമ്മേ. പക്ഷേ മലയ്ക്ക് പോയി വന്നതിന് ശേഷവും അയാളുടെ കാലുകൾക്ക് ഒരു പുരോഗതിയും ഇല്ലല്ലോ എന്നെല്ലാം കരുണ പറയുമ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് മോളെ. അന്ന് അമ്പലത്തിൽ പോയ മഹാലക്ഷ്മിയുടെ കൂടെ അവനും ഇവിടേക്ക് വന്നു. ഓഫീസിൽ പോയി അവനെ കൂട്ടിക്കൊണ്ടു വരാനുള്ള സമയമൊന്നും ആയിട്ടില്ലായിരുന്നു. ഇനി അവൻ്റെ കാലുകൾക്ക് തളർച്ച മാറിയിട്ട് അവരത് നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നതാണോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യങ്ങളൊന്നും പറയാതെ, അല്ലെങ്കിൽ തന്നെ ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് ഞാൻ. എൻ്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷവും ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ലല്ലോ. എനിക്കിനി ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അവളുടെ മുന്നിൽ എന്നെങ്കിലും ജയിക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ഞാനിനി ഇവിടേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളിക്കൊണ്ട് കരുണ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം കാര്യങ്ങളെല്ലാം അറിയുന്ന മേഘനാണെങ്കിൽ ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ്. മാർക്കോ 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 അവനാണ് കണ്ണന് കാവലായിട്ട് നിൽക്കുന്നത്. അവനില്ലായിരുന്നെങ്കിൽ കണ്ണനെ പണ്ടേ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം അവരെല്ലാവരും കൂടി നമ്മളെ മണ്ടന്മാരാക്കുമായിരുന്നു എന്നെല്ലാം മേഘൻ പറഞ്ഞ് കലി തുള്ളുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ലേ മേഘ, അമിത സന്തോഷമൊന്നും വേണ്ട എന്ന്. മാർക്കോ മാത്രമല്ല, മഹാലക്ഷ്മി കൂടെയുള്ള കണ്ണനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് മാർക്കോയെ പോലെ ഒരാൾ എവിടെ നിന്നോ അവർക്ക് കാവലായി വന്നത് എന്ന് പറയുമ്പോൾ, എങ്കിലും ഇത്ര തടിമാടന്മാരായിട്ടുള്ള ഗുണ്ടകളെ എങ്ങനെ അവനൊരു കൊടുങ്കാട്ടിൽ പോലും വെച്ച് ഒരായുധം പോലും ഇല്ലാതെ തല്ലി തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അവന് മഹാലക്ഷ്മിയെ പോലെ സാധാരണ മനുഷ്യൻ അല്ലെന്ന് വേണം കരുതാൻ എന്നെല്ലാം വാമൻ പറയുന്നുണ്ട് മേഘനോടായിട്ട്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് പെട്ടിയൊക്കെ ആയിട്ട് വരുന്ന കരുണയോടായിട്ട് മുത്തശ്ശിയും പ്രതാപനും ചോദിക്കുന്നത്, എന്താ മോളെ നീ എന്തിനാ പെട്ടിയൊക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാനാ, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അയാൾ തിരികെ വന്നു. അയാൾക്ക് മാത്രമല്ല, മാർക്കോയും സാഗറിനൊന്നും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അവരെല്ലാവരും കൂടി നമ്മളെ വെറുതെ പൊട്ടം കളിപ്പിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് ശരിക്കും സ്തബ്ധരായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അന്തം വിട്ട് പോവുകയാണ് മുത്തശ്ശിയും പ്രതാപനും ഒക്കെ. അപ്പോൾ എന്താടാ പ്രതാപം, അവൻ മരിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവരെല്ലാവരും കൂടി നമ്മളെ മണ്ടന്മാരാക്കുമായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ പഴിചാരിക്കൊണ്ട് പറയുന്നുണ്ട്, നീ മാത്രമല്ല നിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ മേഘൻ, അവനും ലോകമണ്ടനാ, നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീരിനി എന്ന് തോരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിലും അവിടെ നിന്ന് പരിതപിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപനാണെങ്കിൽ താൻ ഇനി കണ്ടത്, അന്ന് കാർ ഓടിച്ച് പോകുന്നത് കണ്ടത് കണ്ണനെ തന്നെയാണോ എന്നുള്ളൊരു സംശയവും തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് മേഘൻ പ്രതാപനെ കാണാൻ എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ഇത്തവണയും നമ്മൾ തോറ്റുപോയില്ല അങ്ങളെ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എന്ന് പറയുമ്പോൾ ഇത്തവണ നീ വിജയിക്കുമെന്ന് കരുതി 8 പവൻ്റെ മാലയാണ് അമ്മ നിനക്ക് സമ്മാനമായിട്ട് തരാനായിട്ട് ഉദ്ദേശിച്ചത്. എങ്കിലും ഇത് വലിയൊരു തിരിച്ചടിയായി പോയല്ലോ മേഘ എന്ന് പറയുന്നുണ്ട് പ്രതാപൻ. ഇനി ലക്ഷ്മിയുടെ കണ്ണീര് കാണാതെ കമലേശ്വരത്തേക്കില്ലെന്ന് പറഞ്ഞ് മോള് വീട്ടിലേക്ക് വന്നു. മോളെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നു എനിക്കും അമ്മയ്ക്കും അറിയില്ല. അന്ന് ഞാനും അമ്മയും കൂടി പോയപ്പോൾ അവൻ കാർ ഓടിച്ചു പോകുന്ന കാര്യം പോയതുപോലെ എനിക്ക് തോന്നി മേഘ. എവിടെയോ എന്തോ നമുക്ക് അറിയാത്തതായിട്ടുണ്ടെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്.
ഇനി ഒരു കാര്യം ഉറപ്പാണെങ്കിലേ ആ മാർക്കോയെ തീർക്കാതെ കണ്ണനെയും മഹാലക്ഷ്മിയെയും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ്റെ ശക്തിയുടെ ഉറവിടം നമുക്ക് കണ്ടെത്തണമെന്നും മേഘൻ പറയുന്നുണ്ട്. എങ്കിലേ നമുക്കിനി രക്ഷയുള്ളൂ എന്നും മേഘൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മേഘനും പ്രതാപനും കൂടിയിട്ട് ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. അങ്ങനെ മാർക്കോ അറിയാതെ മാർക്കോയെ പിന്തുടർന്ന് അയാൾ മാർക്കോയുടെ ശക്തി ആ വേലാണെന്നും എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തി മേഘനെ അറിയിക്കുന്നു. ആ വേല് മാർക്കോയുടെ കയ്യിൽ നിന്നും നഷ്ടമായി കഴിഞ്ഞാൽ മാർക്കോയെ ഇല്ലാതാക്കാൻ എളുപ്പമാണെന്നുള്ള കാര്യം മേഘൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാർക്കോയുടെ കയ്യിൽ നിന്നും ആ വേലെടുത്ത് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെയാണ് മേഘനും പ്രതാപനും കൂടി ചെയ്യാനായിട്ട് പോകുന്നത്. മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാൻ നോക്കിയതുപോലെ മാർക്കോയുടെ കയ്യിൽ നിന്നും ആ വേല് എടുത്തു മാറ്റാനായിട്ടും അവർ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്